രാംകുമാർ സാർ, നേരത്തെ അഡ്വക്കേറ്റ് ബലദേവ് ഇവിടെ ഒരു കാര്യം പറയുകയുണ്ടായി. പൊതുവിൽ ഇടതുപക്ഷവും കോൺഗ്രസും എല്ലാം ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം ആണ്, അതായത് PMLA കേസുകളിൽ വലിയ പരാജയമാണ് നമ്മുടെ രാജ്യത്ത് എന്നാണ് പറയുന്നത്. മാത്രമല്ല ED എന്നുള്ളത് വളരെ ദുർബലമായിട്ടുള്ള ഒരു ഏജൻസിയാണെന്ന് സ്ഥാപിക്കാനുള്ളൊരു ശ്രമവും നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ റെയ്ഡിൽ പ്രതിഷേധിച്ച SDPIക്കാരുടെ വായിൽ നിന്ന് വന്നതും അതുതന്നെയാണ്. അതായത് ഇതേ കേസിൽ അവരുടെ ചില നേതാക്കളെ അറസ്റ്റ് ചെയ്തിരുന്നു, പക്ഷേ അവർക്ക് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയപ്പോൾ ജാമ്യം കിട്ടി. അതുകൊണ്ട് ഇതൊന്നും നിലനിൽക്കില്ല എന്നുള്ളതാണ് അവരുടെ വാദം. എന്താണ് ഇതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? അങ്ങനെ പൊതുവൽക്കരിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. ഡൽഹി ഹൈക്കോടതിയിൽ നിരോധനം ശരിവെച്ചിട്ടുണ്ട്. അതെന്താ എൻ്റെ സുഹൃത്ത് പറയാത്തത്? പല സംഘടനകളെയും നിരോധിച്ചത് ഡൽഹി ഹൈക്കോടതിയും ഇത് സംബന്ധിച്ച ട്രൈബ്യൂണലും ചോദ്യം ചെയ്തപ്പോൾ നിരോധനം ശരിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിരോധനം ഒരു അഭികാമ്യമായ പ്രവർത്തന ശൈലിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏറ്റവും അവസാന ഘട്ടത്തിൽ മാത്രമേ നിരോധനം പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ഇടതുപക്ഷ ഗവൺമെൻറ് 2 മുദ്രാവാക്യം വിളിച്ചതിന് കോഴിക്കോട്ടെ 2 കുട്ടികളെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയ ചരിത്രം കേരളത്തിൽ എല്ലാവർക്കും അറിയാം. അവരുടെ പേരുള്ള ചാർജ് നക്സൽബാരി സിന്ദാബാദ് വിളിച്ചു എന്ന് പറഞ്ഞാണ്. അത് ഭീകരപ്രവർത്തനമാണെങ്കിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും രാജ്യത്തിൻ്റെ സമാധാന അന്തരീക്ഷവും രാജ്യത്തിൻ്റെ അതിർത്തികൾ തടസ്സപ്പെടുത്തുന്ന രീതിയിലും പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ നിരോധിക്കുന്നത് ശരിയല്ല എന്ന് നമ്മുടെ ഇടപ്പുരോ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്തവകാശത്തിലാണ് പറയുന്നത്? കാരണം അവർക്ക് ജനനന്മയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ജനങ്ങളുടെ സമാധാനവും സ്വൈരജീവിതം തടസ്സപ്പെടുത്തുന്ന ഏത് ശക്തികളെയും കർക്കശമായി നിയന്ത്രിക്കണം, പലപ്പോഴും നിരോധിക്കേണ്ടി വരും. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ നക്സൽബാരി പ്രസ്ഥാനം ഏതെങ്കിലും കൊലപാതകം അടുത്ത കാലത്ത് നടത്തിയിട്ടുണ്ടോ? ശരിയാണ്, ചില സ്ഥലങ്ങളിൽ പോയി ബലം പ്രയോഗിച്ച് പണം പിരിക്കണമെന്ന് പറയണു. അത് നമ്മുടെ രാഷ്ട്രീയ കക്ഷികളും ചെയ്യുന്നില്ലേ? അതിനു വേണ്ടി പോലീസുകാരെ ആഘോഷിക്കുന്ന രീതിയിൽ ശവം എടുത്തുകൊണ്ടിരുന്നത് ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ കീഴിലാണ് നടക്കുന്നതെന്ന് നമുക്ക് ലജ്ജിച്ച് തലതാത്തേണ്ട സ്ഥിതിയാണ്. കേരളത്തിലെ നക്സൽബാരി പ്രസ്ഥാനം ബലഹീനമാണ്. പക്ഷേ അവരുടെ നേതാക്കന്മാരെ മുഴുവൻ ജയിലിലടച്ച് ഭീകരവാദികളായി ചിത്രീകരിച്ച് പുറത്തിറങ്ങാൻ സമ്മതിക്കാത്തത് ഇടതുപക്ഷക്കാരാണെന്ന് അവകാശപ്പെടുന്ന ആളുകളാണ്. സാക്ഷാൽ EMS നമ്പൂതിരിപ്പാട് പരസ്യമായിട്ട് വർഗീയത എതിർത്തതാണ്. അദ്ദേഹത്തിന് കിട്ടിയ മുദ്രാവാക്യം എന്താ? 4 കെട്ടും 8 കെട്ടും നമ്പൂരി അച്ഛൻ്റെ മകളെയും കെട്ടും, ഇതല്ലേ കിട്ടിയത്? അത് കേട്ട് നാണം അല്പം പോലും കാണിക്കാതെ അവരുടെ വോട്ടുകൾക്ക് വേണ്ടി മാത്രം എല്ലാ പ്രത്യയശാസ്ത്രങ്ങളെയും കാറ്റിപ്പരത്തിക്കൊണ്ട്, എല്ലാ സിദ്ധാന്തങ്ങളെയും വിസ്മരിച്ചുകൊണ്ട്, എല്ലാ തത്വശാസ്ത്രങ്ങളും മറികടന്നുകൊണ്ട് ഏതാനും പഞ്ചായത്ത് സീറ്റുകളിലും കോളേജ് ഇലക്ഷൻ സീറ്റുകളിലും അസംബ്ലി സീറ്റുകളിലും ജയിക്കാൻ വേണ്ടി രാജ്യത്തിൻ്റെ ഭാവി അപകടത്തിലാകുന്ന രീതിയിൽ ഒരു പാർട്ടി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇന്ന് കടലോരത്ത് മാത്രം അവർ തങ്ങി നിൽക്കുന്നത്. ഈ രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങൾക്കും ഈ കാപട്യം മനസ്സിലായി വരികയാണ്. കപട മതേതരത്വം ഇന്ന് വിൽപ്പന ചരക്കല്ലാതെ ആയിരിക്കുന്നു. രാജ്യത്തെ ജനങ്ങൾ കൂടുതൽ ബോധവാന്മാരായിരിക്കും. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൻ്റെ ഒരു കടലോരത്ത് മാത്രം ഇടതുപക്ഷ പ്രസ്ഥാനം ഒതുക്കപ്പെട്ടിരിക്കുന്നത്. അത് ഈ രാജ്യത്തെ ജനങ്ങളുടെ വകതിരിവിൻ്റെ ലക്ഷണമായിട്ടാണ് കാണുന്നത്. കാരണം നല്ലതും ചീത്തയും തിരിച്ചറിയാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സാധിക്കും. ഇത് പൊള്ളയായ പ്രസ്ഥാനമാണ്, പ്രായോഗികമായി യാതൊരു ഇതുമില്ലാത്ത പ്രസ്ഥാനമാണ് എന്ന് മനസ്സിലാക്കാനുള്ള വകതിരിവ് നമ്മുടെ രാജ്യക്കാർക്ക് ഉണ്ടായതുകൊണ്ടാണ് ഈ വലിയ പുരോഗമനത്തിൻ്റെയും അവകാശവാദം ജനങ്ങൾ പുച്ഛത്തോടുകൂടി തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് നിരോധനം ശ്രമകരമായ കാര്യമാണ്. നിരോധനം പലപ്പോഴും കോടതികളിൽ പരാജയപ്പെടാറുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ നിരോധനം ഡൽഹി ഹൈക്കോടതി ശരിവെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ കൊണ്ട് തന്നെ ഈ നിരോധനം ശരിവെക്കും നിയമപ്രകാരം
എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം രാജ്യത്തിൻ്റെ സാമ്പത്തിക നില അപകടപ്പെടുത്തുന്ന പ്രവൃത്തികളാണ് ED ഇവർക്കെതിരായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ക്രമസമാധാനം മാത്രമല്ല, അതിർത്തി പ്രശ്നം മാത്രമല്ല, ഹമാസിനോടുള്ള സഹഭാവം സഹാനുഭൂതി മാത്രമല്ല, രാജ്യത്തിൻ്റെ അതിർത്തികളെയും രാജ്യത്തിൻ്റെ സമാധാന അന്തരീക്ഷവും കളയുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ്. സിറ്റിസൺഷിപ്പ് ആക്ട് എന്നൊക്കെ പറഞ്ഞ് പുകമര സൃഷ്ടിച്ചുകൊണ്ട് ഇതിനകത്തുള്ള ആളുകൾ ഇപ്പോൾ നമ്മുടെ ഇടതുപക്ഷക്കാർ പറഞ്ഞു തിരുവനന്തപുരത്ത് നടക്കുന്ന ആശാ വർക്കേഴ്സിൻ്റെ സമരം ഇവരാണ് നിയന്ത്രിക്കുന്നതെന്ന്. എവിടെ ചെന്നെത്തി നമ്മുടെ രാജ്യം? ഇതുവരെ ഇടതുപക്ഷത്തിൻ്റെ തണലിൽ തഴച്ചു കൊളിച്ചിരുന്ന പ്രസ്ഥാനങ്ങൾ ആശാ വർക്കേഴ്സിൻ്റെ സമരം വരെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് എതിരാവുന്നു എന്ന് അതിൻ്റെ നേതാക്കന്മാരും പറയേണ്ട ഗതികേടിലേക്ക് അവരെത്തിയെങ്കിൽ അത് അവരുടെ കുറ്റമാണ്, ഈ രാജ്യത്തെ ജനങ്ങളുടെ കുറ്റമല്ല.